വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടെൻഷനൊന്നും അടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 20 സെന്റൻസസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് നമ്മുടെ സെൽഫ് ഇൻട്രോ തന്നെ ആയിക്കോട്ടെ. എൻ്റെ പേര് ബിനു എന്നാണ്. ഓക്കെ, എൻ്റെ പേര് ബിനു എന്നാണ്. നിങ്ങൾ അത് മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. നിങ്ങളുടെ പേര് എഴുതി വെക്കുക. ഒരു ലൈൻ ആൻസർ ചെയ്താൽ വിടുക. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വേഗം ക്വസ്റ്റ്യൻ പറഞ്ഞു പോവും. നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് സമയം എടുത്ത് ആൻസർ ചെയ്താൽ മതി. ഇന്ന് വൈകുന്നേരം രാവിലെ എപ്പോഴാന്ന് വെച്ചാൽ കേട്ടോ. അടുത്തത് ഞാൻ പോകുന്നു. ഞാൻ പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ആ ഡോർ അടയ്ക്കൂ. ആ ഡോർ അടയ്ക്കൂ. എനിക്ക് വെള്ളം തരൂ. എനിക്ക് വെള്ളം തരൂ. ഓക്കെ, ഇനി ഇത് ശരിയാണോ? ഇത് ശരിയാണോ? എഴുതാം. അവിടെ ഒളിക്കൂ. അവിടെ ഒളിക്കൂ. അവിടെ പോകരുത്. അവിടെ പോകരുത്. എഴുതിയോ? എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് ദേഷ്യം വരുന്നു. ഓക്കെ, ഇവിടെ തുപ്പരുത്. ഇവിടെ തുപ്പരുത്. ഇനി അടിച്ചു വാരുക എന്ന വാക്കിന്റെ അർത്ഥം, അർത്ഥമല്ല, അതിനെന്തെന്നാണ് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. അടിച്ചു വാരുക, തൂത്തുവാരുക, അതിനെന്തെന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വഴക്കിടുക, അതിനെന്തെന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. വഴക്കിടുക, അതിന് എന്തെന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയി. എഴുതാം. ഇനി താങ്കൾക്ക് സുഖമാണോ? താങ്കൾക്ക് സുഖമാണോ? നീ അത് എവിടെയാണ് വച്ചത്? നീ അത് എവിടെയാണ് വച്ചത്? ഓക്കെ, ഇനി ഇതെങ്ങനെ പറ്റി? ഇത് എങ്ങനെ പറ്റി? ആരാണ് നിന്നെ അടിച്ചത്? ആരാണ് നിന്നെ അടിച്ചത്? ഓക്കെ, ഇനി ഇത് എവിടെ കിട്ടും? ഇത് എവിടെ കിട്ടും? ഓക്കെ, ഇനി ബസ് എപ്പോൾ വരും? ബസ് എപ്പോൾ വരും? ഓക്കെ, എത്ര ദൂരം പോകണം? എത്ര ദൂരം പോകണം? 20 സെന്റൻസസ് ആയില്ലേ? ഓക്കെ, ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇപ്പോഴോ എപ്പോഴോ അത് നാളത്തെ ക്ലാസ്സിന് മുമ്പ് ആൻസർ ചെയ്ത് വയ്ക്കുക. ആൻസർ ചെയ്തതിന് ശേഷം ഔട്ട് ഓഫ് 20 നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്കറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി തരുന്ന ടെസ്റ്റുകൾ എനിക്ക് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഔട്ട് ഓഫ് 20ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണെന്നുള്ളത് എനിക്ക് അയക്കാം. അതോടൊപ്പം തന്നെ ഇതിനെങ്ങനെ മാർക്ക് ഇടണമെന്നറിയോ? ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾ ആ സെൻറ്റൻസ് അറ്റൻഡ് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ, ഇതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. കുഞ്ഞു മക്കൾ മുതൽ വലിയ ആൾക്കാരും, അതുപോലെ തന്നെ ഹിന്ദി ഒരുപാട് അറിയുന്നവരുണ്ടാവും, കുറച്ച് മാത്രം അറിയാത്തവരുണ്ടാവും, അതുപോലെ കുറച്ച് മാത്രം അറിയുന്നവരുണ്ടാവും, ചിലർ 0 ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് അറിയുന്നവർക്ക് ഇത് വളരെ ഈസിയാണ്. മനസ്സിലാവും? എനിക്കറിയാം, ഇത് ഫസ്റ്റ് എക്സാമിൽ ആരും പേടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇട്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് മാത്രം അറിയുന്നവർക്ക് ഈസി ആയിരിക്കും അല്ലേ. പിന്നെ 0 ആയവർക്ക് ഒന്നും അറിയില്ല, ഞാൻ ഇത് കണ്ടിട്ട് ഒരു അടിപൊളി വീഡിയോ എന്നൊക്കെ വിചാരിച്ച് വന്നിരുന്ന് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്നും എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളവര് ഒരു ക്വസ്റ്റ്യൻ കണ്ട് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ നിൽക്കുവാണെന്ന് വിചാരിക്കും, അയ്യോ ഇത് എങ്ങനെ എഴുതുക, അറിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്കാണ് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ അതിനെ ഒന്ന് പറയാം, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്തെങ്കിലും എഴുതിയെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് വിശക്കുന്നു, അപ്പം നമ്മളത് കണ്ടപ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവുകയാണെങ്കിൽ 0 മാർക്കാണ്. എനിക്ക് മുജേ വിശപ്പ്, വിശപ്പ് എന്ന് എന്താ പറഞ്ഞാൽ ബൂക്ക്, ബൂക്ക്, പിന്നെ കിട്ടണില്ല.
കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് ഉണ്ട്. കാരണം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. അതാണ് നിങ്ങളുടെ ഏറ്റവും, അത് എല്ലാവർക്കും, ഞാൻ 0 എന്നുള്ളവർ എല്ലാട്ടോ പറയുന്നത്, എല്ലാവരും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഹാഫ് മാർക്ക് ഇടുക. ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 0 മാർക്ക് ഇടുക. ഫുൾ ആണെങ്കിൽ ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ പറയും ഒരു ഭാഷ ഒരു സ്ഥലത്ത് പോയി 2 മാസം കൊണ്ട് നമ്മളെല്ലാം പഠിക്കുന്ന, വെറുതെ പറയാം. നമ്മൾ ഒന്നും ആരും ഉണ്ടാവുമായിരിക്കും അത്രയും ടാലന്റ് ഉള്ളവർ അല്ലേ. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ 2 മാസം 3 മാസം കൊണ്ട് നമ്മൾ പഠിക്കുന്നത് ആ ഭാഷ മൊത്തം മനസ്സിലാക്കി വെക്കുന്നതാ. പിന്നെ നമ്മൾ എക്സ്പീരിയൻസിനെ വരുള്ളൂ. നല്ല ടൈം എടുത്ത് തന്നെയാണ് നമുക്ക് വരുള്ളൂ. പക്ഷെ 0യിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകും. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവാം, അവർക്ക് വേണ്ടി സംസാരിക്കുക. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. വെറും 15 ക്ലാസ്സസേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് നമുക്ക് 45 ക്ലാസ്സസ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ കഥയൊന്നും പറയുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ നിന്ന് എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് കഴിഞ്ഞു. നിങ്ങൾ വിട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇനി ഇടുന്നത് ഇതിൻ്റെ ആൻസർ ആണ്. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, റൈറ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ഇത്ര വർത്താനം നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ പോവാണ്. ഇതിൻ്റെ അപ്പുറത്ത് ആൻസർ ഷീറ്റാണ്, ഇവിടെ വെച്ച് പോസ് ചെയ്തോ. ഓക്കെ, ബൈ.